സൺഡേക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ വേണ്ടി ഒരു വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ AV എടുക്കുന്നില്ല. AV എടുക്കാതെ പറഞ്ഞാൽ ബോക്സ് ഇതിലേക്ക് ടിവിയിലേക്ക് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ വന്നപ്പോൾ ബോക്സ് ഇവിടെ ഇതേപോലെയാണ് കാണിക്കുന്നത്. ബോക്സിൻ്റെ ഗ്രീൻ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, പക്ഷേ നോ സിഗ്നലാണ് കാണിക്കുന്നത്. ചില സമയത്ത് പിക്ചർ വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പിൻ ഒന്ന് നോക്കാം. 3 പിന്നെ ഒന്ന് ഇളക്കി നോക്കിയാൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി 3 പിന്നൊക്കെ മാറ്റി നോക്കി 3 പിന്നെ ഇളക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം പറഞ്ഞാൽ പിക്ചർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അത് പിന്നെയും ഓട്ടോമാറ്റിക്കായിട്ട് AVയിലേക്ക് പോവുകയാണ്. AV പറഞ്ഞാൽ ബ്ലൂ കളറായി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ അടിയിൽ AV എന്ന് കാണിക്കുന്നുണ്ട്, ഇപ്പോൾ AV പറഞ്ഞിട്ട്, പക്ഷേ ബോക്സിൽ നിന്നും ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം ഒന്നാമത് ഫസ്റ്റ് തന്നെ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കേബിളാണ്. കേബിളിൻ്റെ കുഴപ്പം കൊണ്ട് അങ്ങനെ കാണിക്കാറുണ്ട്. അധികം ടിവിയിലും കേബിളിൻ്റെ പ്രശ്നം ഉണ്ടായാൽ അങ്ങനെ കാണിക്കും. അതായത് AV എടുക്കാത്ത പ്രശ്നമാണ് അത്. ഇവിടെ കേബിൾ ചെറിയ രീതിയിൽ തന്നെ ഇളക്കുമ്പോൾ ചെറിയ രീതിയിൽ വന്നു പോകുന്നത് കാണാം. അതുകൊണ്ട് തന്നെ കേബിൾ അയച്ചിട്ട് വേറെ കേബിൾ ഒന്ന് റീഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേബിളിൻ്റെ കുഴപ്പമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അവരുടെ ബോക്സ് പറഞ്ഞാൽ ഇതാണ് ബോക്സ് വരുന്നത്. ഒരു കുറച്ച് പഴയ ബോക്സാണ്, പക്ഷേ അധികം പഴകില്ലാത്ത ഒരു K ബോക്സാണ്. മോഡൽ വരുന്നത് K നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ബോക്സാണ്. അപ്പം ഇതാണ് ബോക്സ് വരുന്നത്. ഇവിടെ ഗ്രീൻ ലൈറ്റൊക്കെ കത്തുന്നത്, അതുപോലെ തന്നെ സിഗ്നലിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ നോ സിഗ്നൽ അങ്ങനെ ബ്ലൂ കളറിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് AVൻ്റെ ഔട്ട്പുട്ട് മാറ്റിയാൽ, AVൻ്റെ ഔട്ട്പുട്ടിന് മാറ്റി ഇൻപുട്ട് കൊടുത്താൽ അതിൽ AV HDMI കേബിളുള്ള ഓപ്ഷനിൽ AV കൊടുത്താൽ ഓട്ടോമാറ്റിക് വരുന്നതാണ്. പക്ഷേ ഇതിൽ പിക്ചർ വരുന്നുണ്ട്. പിക്ചർ വന്നിട്ട് പിന്നെ ഓഫായി ബ്ലൂ കളറിലേക്ക് പോവുകയാണ്. അതാണ് നോ സിഗ്നൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇൻപുട്ടൊക്കെ മാറ്റി നോക്കിയിട്ടും അതങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ലൈനായിട്ടാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് ലൈന് വന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മൊത്തത്തിൽ പോയിട്ട് പിന്നും അത് വരും. അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് അധികം വീടുകളിൽ വന്നാൽ ഒന്നെങ്കിൽ ടിവിയുടെ പ്രശ്നമാവാനാണ് സാധ്യത, അല്ലെങ്കിൽ കേബിൾ മാറ്റാറാണ് ചെയ്യാറ്. അപ്പോൾ ടിവിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരുടെ ബോക്സ് ഇതാണ്. സൈഡിലായിട്ട് സ്റ്റിക്കർ വരുന്ന ടൈപ്പ് ബോക്സാണ്. അപ്പോൾ ഞാൻ വേറെ ബോക്സായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കേബിൾ മാറ്റി നോക്കിയപ്പോൾ, പക്ഷേ കേബിൾ മാറ്റിയിട്ട് ഒരു വലിയ രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പം ഈ ബോക്സിൽ എങ്ങനെയാണ് ഇഷ്യൂ ഇങ്ങനെയാണ് കാണിക്കുന്നത്. കേബിളും വയറും കാര്യങ്ങളൊക്കെ ഒന്നും ലൂസ് കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ വേറെ ബോക്സ് വെച്ച് നോക്കി. അതായത് ഇപ്പോൾ ഒരു ബോക്സ് എടുത്ത് വെച്ചു, കണക്ട് ചെയ്ത് നോക്കി. 3 പിന്നൊക്കെ അത് സെയിം പിൻ തന്നെ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ BA ബോക്സാണ് വരുന്നത്. മോഡൽ നമ്പർ B ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ടും കണ്ടാൽ രണ്ടും സെയിം ബോക്സാണ്, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ നമ്പർ നോക്കാൻ. സൈഡിലാണ് മറ്റേതിൻ്റെ സ്റ്റിക്കർ, ഇതിൻ്റെത് ബാക്ക് സൈഡിലാണ് സ്റ്റിക്കർ വരുന്നത്. BA ബോക്സാണ്, പക്ഷേ ഇതിട്ടപ്പോൾ ഒരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് മാറ്റി ഫിറ്റ് ചെയ്തു. ബോക്സ് മാറ്റി ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ബോക്സിൻ്റെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ആദ്യം തന്നെ ആ പഴയ ബോക്സിൽ റീചാർജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ബോക്സ് വെക്കാൻ പറഞ്ഞു. അങ്ങനെ HDയുടെ ഒരു ബോക്സാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ HDMI കേബിളിലാണ് കണക്ഷൻ കാര്യങ്ങൾ വരിക. അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നൽ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സിഗ്നൽ റെഡിയാക്കേണ്ടി ഡിഷിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. മുകളിലത്തെ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അവരുടെ സൺഡേക്കിൻ്റെ ഡിഷാണ് ഈ കാണുന്നത്. ഇതിൽ സിഗ്നൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 71% സിഗ്നൽ ഉള്ളത്. ഇവിടെ ആണെങ്കിൽ മഴ പെയ്ത് ചോർന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡിഷിൻ്റെ മഴക്കാലത്ത് ഡിഷിൻ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറുക. ചെറിയ രീതിയിൽ എന്തെങ്കിലും വൈക്കി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം ഇവിടെ മഴ ചോർന്ന് കഴിഞ്ഞ സമയം ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് സിഗ്നൽ കിട്ടിയത്. മഴത്തൊക്കെയാണ് സിഗ്നൽ പിടിക്കുന്നത് വെച്ചാൽ ചെറിയ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിഗ്നൽ പെട്ടെന്ന് കിട്ടുകയില്ല. അതുപോലെ തന്നെ LMB നല്ല ക്വാളിറ്റി ഇല്ല എന്നെങ്കിൽ സിഗ്നൽ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തോ ഭാഗത്തിന് ഇവിടെ ഓൾറെഡി സിഗ്നൽ ഉണ്ടായിരുന്നു, ആ പൊസിഷനിൽ തന്നെ ആയിരുന്നു. പക്ഷേ ചെറിയ രീതിയിൽ ഒന്ന് താഴോട്ട് മുകളിലേക്കും ആക്കി കൊടുത്തപ്പോൾ സിഗ്നൽ കുറച്ച് ചെറിയ രീതിയിൽ വന്നു. ഇവിടെ 45-48% സിഗ്നൽ കണ്ടിരുന്നത്. അതായത് കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ സിഗ്നൽ റെഡിയാക്കി വെച്ചതായിരുന്നു. അതിനുശേഷം ഡിഷിൻ്റെ മുകളിലേക്ക് ആരും വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡിഷിൻ്റെ മുകളിൽ എന്തെങ്കിലും പക്ഷികളൊക്കെ വന്ന് ഇരിക്കുക, ഡിഷ് ചെറിയ രീതിയിൽ താഴോട്ട് പോകും. അങ്ങനെ താഴ്ന്നു പോയതാണ് ഇവിടുത്തെ പ്രശ്നം വന്നത് സിഗ്നൽ. അപ്പോൾ സിഗ്നൽ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ചെറിയ ചാറ്റൽ മഴ പോലെ ചെറിയ മഴ വരുമ്പോൾ തന്നെ സിഗ്നൽ കട്ടാകുന്നൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. കട്ടായി പോകുന്ന ഇതായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ അതും എന്തായാലും HD ബോക്സിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സിഗ്നൽ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ച് സിഗ്നൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെയൊക്കെ വഴക്കുണ്ട്, പൂപ്പലൊക്കെ പിടിച്ചിട്ട് താഴത്ത്. മഴ പെയ്ത് ഇപ്പോൾ കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത മഴ വരുന്നതിന് മുന്നേ ഡിഷിൻ്റെ സിഗ്നൽ എങ്ങനെ റെഡിയാക്കി കൊടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നു. അങ്ങനെ അലൈൻമെൻറ്റൊക്കെ റെഡിയാക്കി കൊടുത്തു. സിഗ്നലൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബോക്സ് ഫിറ്റ് ചെയ്തു. ബോക്സ് HDയുടെ പുതിയ ബോക്സാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് AV പിന്നെ അല്ല കൊടുക്കുന്നത്, HDMI പിന്നാണ് ഡയറക്റ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി AVൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ പിന്നെ ഞാൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിഗ്നൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി കൊടുത്തു. അങ്ങനെ നോ വാലിഡ് സെക്ടറാണ് കാണിക്കുന്നത്. അതിന് മുന്നേ E50-32 കാണിക്കുന്നത്, അതായത് പ്രോഗ്രാം ചാനലൊന്നുമില്ല. അപ്പോൾ റീസെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ അടിച്ചപ്പോൾ പ്രോഗ്രസ് 100 വരെ ആകുന്നവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ചാനലൊന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 017 വാലിഡ് സെക്ടർ ഫൗണ്ടാണ്. അപ്പോൾ അതായത് ബോക്സ് ആക്ടിവേഷൻ ആവാത്ത ബോക്സാണ് ആയാലാണ് അങ്ങനെ കാണിക്കുക. അപ്പം പ്രൂഫും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ആക്ടിവേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ കേബിൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം ബോക്സ് ഒന്ന് മാറ്റി വെച്ച് നോക്കുക. വേറെ ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാമെന്നുണ്ടെങ്കിൽ TVയുടെ കുഴപ്പമായിരിക്കും സാധ്യത. അപ്പം അങ്ങനെ പ്രൂഫും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തതിന് ശേഷം അവരുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അവരുടെ പഴയ മൊബൈൽ നമ്പർ കൊടുക്കുന്നതിന് പകരം പുതിയൊരു മൊബൈൽ നമ്പർ തരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, പഴയ ബോക്സിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ അവർ അധികം ആളുകളും ആ മെസ്സേജ് നോക്കിയിട്ടായിരിക്കും റീചാർജ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് അതിൽ പഴയ ബോക്സിലോട്ടാകും റീചാർജ് എമൗണ്ട് പോകുക. അതുകൊണ്ട് തന്നെ പുതിയൊരു മൊബൈൽ നമ്പറിലേക്ക് കൊടുത്തിട്ട് അതിലേക്കാണ് ഇതിൻ്റെ SMC നമ്പറും സ്മാർട്ട് കാർഡ് നമ്പറും ഒക്കെ വരിക. അപ്പോൾ അതിലേക്കാണ് ഓഫറും കാര്യങ്ങളൊക്കെ വരിക. ഇനി പഴയ നമ്പറിൻ്റെ മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് റീചാർജ് ചെയ്താൽ ക്യാഷ് പോകും. അതുകൊണ്ട് തന്നെ പുതിയൊരു മൊബൈലിൻ്റെ നമ്പറും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്, പ്രൂഫും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെന്തായാലും ഒരു 10 to 15 അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂറിനുള്ളിൽ അവർക്ക് പിക്ചർ വരുന്നതായിരിക്കും. അവിടെ ആക്ടിവേഷൻ സെൻറ്ററിലെ തിരക്കിനനുസരിച്ചായിരിക്കും ഇവർക്ക് ഇവിടെ പിക്ചർ വരിക. അപ്പം പിക്ചർ വരുന്നതിന് മുന്നേ ഞാൻ അവിടുന്ന് എൻ്റെ പണികൾ എല്ലാം സെറ്റാക്കി കൊടുത്തു. സിഗ്നലും കാര്യങ്ങളും ബോക്സും എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ.